നിങ്ങളൊരു രക്ഷിതാവാണല്ലോ. വീട്ടിൽ എത്ര വയസ്സുള്ള കുട്ടിയുണ്ട്? 2 വയസ്സോ? അല്ല 3 വയസ്സല്ലേ? ഓക്കെ. ഈ 3 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നിങ്ങളുടെ കുട്ടി 3 വയസ്സായിട്ട് ഉമ്മ, ഉപ്പ, അല്ലെ അമ്മേ, അച്ഛ എന്നൊക്കെ വിളിക്കുന്നുണ്ടോ? പലപ്പോഴും കുട്ടികൾ 3 വയസ്സായിട്ടും 4 വയസ്സായിട്ടും സംസാരിക്കാത്ത കുട്ടികളുണ്ടാകുന്നുണ്ട്. പലരും പറയാറുണ്ടെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി സംസാരിക്കുന്നുണ്ട്. എപ്പോൾ? 3 വയസ്സപ്പോൾ എന്താ പറയുന്നത്? അമ്മയെന്ന് വിളിക്കുന്നുണ്ട്, അല്ലെ ഉമ്മ എന്ന് വിളിക്കുന്നുണ്ടെന്ന് പറയും. യഥാർത്ഥത്തിൽ ഉമ്മ, ഉപ്പ, അല്ലെ അച്ഛൻ, അമ്മ, ദീദി, ഇത്ത എന്നൊക്കെ വിളിക്കേണ്ട സമയം എപ്പോഴാണ്? 1 വയസ്സാകുമ്പോൾ. 1 വയസ്സാകുമ്പോൾ അത് തുടങ്ങും. 2 വയസ്സാകുമ്പോൾ 2 വാക്ക് കൂട്ടി പറയും. ഉമ്മ ചോറ്, അല്ലെ ഉമ്മ എനിക്ക് ചോറ് വേണം. ഇങ്ങനെയൊക്കെ വാക്കുകൾ കൂട്ടി 3 വയസ്സാകുമ്പോൾ കുട്ടി കഥ പറയും, ഒഴുക്കോട് കൂടി സംസാരിക്കും. ഇത് നടക്കാതെ 3 വയസ്സും 4 വയസ്സും ആയിട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന പല രക്ഷിതാക്കളും ഉണ്ടാവാറുണ്ട്. എന്താ കാരണം? അത് ഇപ്പം അങ്ങനെ ആയിരുന്നു, ഈ കുട്ടീൻ്റെ അനിയത്തി ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ സംസാരം വൈകുക എന്നത് ആ കുട്ടിയിലെ പല കാര്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ബുദ്ധിപരമായ കുട്ടി വികസിക്കുന്നില്ല എന്നതിൻ്റെ ലക്ഷണമാണ് സംസാരത്തിലെ പ്രശ്നം. അവൻ സ്ലോ ആണ് എന്നതിൻ്റെ ലക്ഷണമാണ്. ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളാണ്, പലതിൻ്റെ ലക്ഷണമാണ്. യഥാർത്ഥത്തിൽ സംസാരത്തിൽ വൈകൽ കാണുന്നുണ്ടെങ്കിൽ, 1 വയസ്സായിട്ടും കുട്ടി സംസാരം സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ, 1.5 വയസ്സായിട്ട് കുട്ടിയിൽ സംസാരത്തിൻ്റെ ഫ്ലോ വരുന്നില്ലെങ്കിൽ ഉടനെ തന്നെ ഇൻ്റർവെൻഷൻ കൊടുക്കണം. അത് വൈകാൻ പാടില്ല. ഇന്ന് പല കുട്ടികളിലും ഈ 8ാം ക്ലാസ് എത്തി 9ാം ക്ലാസ് എത്തി സംസാരം പോലും കൃത്യമായി നടക്കാത്ത കുട്ടികളുണ്ടാവാറുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം കിടക്കുന്നത് ചെറിയ പ്രായത്തിലെ പരിഹാരം കൊടുക്കാതെ പോകുന്നത് കൊണ്ടാണ്. വലുതായാൽ ശരിയാകും എന്ന് പറഞ്ഞു വെച്ചത് കൊണ്ടുമാണ്.